experiment under I don't know. Okay, Joule's experiment. Then first law of thermodynamics for closed system undergoing a cycle. Okay, ഓരോ ഹെഡിങ് വായിക്കുമ്പോഴും എന്താണ് പഠിക്കുന്നത് അതിന്റെ ഫിഗറുകൾ ഓർമ്മ വരണം, അതിനകത്തെ മെയിൻ പോയിന്റുകൾ ഓർമ്മ വരണം. അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിൽ കയറുന്നത്. അങ്ങനെ എല്ലാ വിഷയമായാലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് തെറ്റാണ്. എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അത് എന്താണെന്ന് മനസ്സിലോർമ്മ വരണം. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് അല്ലേ, ഒരു സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുമ്പോൾ. അപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ദെൻ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം അറിയാം, നമുക്ക് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫറോ വർക്ക് ട്രാൻസ്ഫറോ ഒന്നും നടക്കില്ല. അതാണ് എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി. ദെൻ പ്രിപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് PMM1. അത് ഫസ്റ്റ് ലോയുടെ ഒരു വയലേഷൻ ആയിട്ടുള്ള ഒരു മെഷീനാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല, പക്ഷെ നമ്മളത് പഠിക്കുന്നത് കൺസെപ്ച്വലൈസ് ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് അറിയാം നമുക്ക്. നമ്മൾ പണ്ട് മുതലേ എപ്പം കേൾക്കുന്നതിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഒരിക്കലും ഇപ്പം നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചാൽ എനിക്കറിയാം അത് പറയുന്നത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഓൺലി ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ. അതൊന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓൾസോ നോൺ ആസ് ദ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. അതായത് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എനർജി പ്രിൻസിപ്പിൾ ആണ് ഞാൻ എന്നാ അനിമേഷൻ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ ഫസ്റ്റ് ലോയുടെ ആപ്ലിക്കേഷൻ അത് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ നിൽക്കുന്നു, എങ്ങനെയാണ് ഈ യൂണിവേഴ്സിന്റെ എൻഡ് ഉണ്ടാകുന്നത്, അതെല്ലാം നമ്മൾ നോക്കി. ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളത് വീണ്ടും കാണുക. ഓക്കെ, the first law of thermodynamics, also known as the conservation of energy principle, provides a basis for studying the relationships among the various forms of energy and energy interactions. അപ്പോൾ വേരിയസ് ഫോംസ് ഓഫ് എനർജി, അതിന്റെ എനർജി ഇന്ററാക്ഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഓൺലി ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഇത് ഒരിക്കലും നശിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇവിടെ ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഒരു കല്ല്, അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 10 കിലോ ജൂൾ ആണ്. അപ്പോൾ അതിന് കൈനറ്റിക് എനർജി അപ്പോൾ 0 ആണ്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് എന്താണെന്നുള്ളത്. അവിടെ ഹൈറ്റ് ഡിഫറൻസ് Z ഉണ്ട്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 10 കിലോ ജൂൾ ആണ്. അതിനെ ജസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്തപ്പോൾ അത് നേരെ താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് അത് കൺവേർട്ട് ചെയ്തിട്ട് 3 കൈനറ്റിക് എനർജി ആയിട്ട് മാറി. 10 എണ്ണത്തിൽ 10 കിലോ ജൂളിൽ 7 കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഓക്കെ, ദെൻ നേരെ സ്റ്റേഷനറി ആയിട്ട് താഴെ വന്നപ്പോൾ ദെൻ അവിടെ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും അത് ഗെയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ടോപ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു, കൈനറ്റിക് എനർജി 0 ആയിരുന്നു. ഈ എനർജി എങ്ങോട്ടും പോയിട്ടുമില്ല, എങ്ങോട്ടും നശിച്ചിട്ടുമില്ല. പക്ഷെ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് അത് കൈനറ്റിക് എനർജിയിലായിട്ട് മാറി. ദെൻ കൈനറ്റിക് എനർജി അത് വീണ്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ എനർജി cannot be created or destroyed, it can only changes from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, അതായത് ഓൾറെഡി അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു സാധനമാണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ദെൻ അതിനെ നമ്മൾ ഒരു ചെറിയ മൂവ്മെന്റ് കൊടുത്തപ്പോൾ താഴെ വീണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് പറയുന്നത്, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. ദെൻ നമ്മൾ ഒരു ഓവനകത്ത് ഒരു പൊട്ടറ്റോ വെച്ചിരിക്കുക, പൊട്ടറ്റോ എന്ത് വേണേലും ആയിക്കോട്ടെ, പൊട്ടറ്റോ വെച്ചിരിക്കുകയാണ്. അപ്പൊ 5 കിലോ ജൂൾ ഹീറ്റ് ഇതിന് കൊടുത്തെങ്കിൽ ആ 5 കിലോ ജൂൾ ഹീറ്റ് എന്ത് ചെയ്തു? അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇന്റേണൽ എനർജി, ആ ഹീറ്റ് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആ പൊട്ടറ്റോ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ അതിനെ ഡെൽറ്റ ഈക്വൽ ടു ഇന്റേണൽ എനർജി ഡെൽറ്റ ഇയോ ഡെൽറ്റ ക്യൂ, അതിനെ 5 കിലോ ജൂൾ എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് നമ്മൾ കൊടുത്തത് അത് വേറൊരു ഫോമായിട്ട് അത് എന്ത് ചെയ്തു? സേവ് ചെയ്ത് വെച്ചു, അതിലെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ അതാണ് ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുവാണെങ്കിൽ, ഇപ്പം ഈ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സിൽ അത് ഈ പറയുമ്പോൾ പ്രത്യേകം പറയുമ്പോൾ
അത് ഹീറ്റ് ആൻഡ് വർക്ക് ഇന്ററാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഹീറ്റ് ആൻഡ് വർക്ക് ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോ ഹീറ്റ് ക്യാൻ ബി, നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ ആൽഫിനെ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ ആൽഫിൻ, അജ്മൽ കേൾക്കുന്നുണ്ടോ? അജ്മലെ കേൾക്കാവോ? ഹലോ റോഷൻ, കേൾക്കാം. ബ്രേക്ക് ആവുന്നില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. അപ്പം ഹീറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആൻഡ് വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. ഇപ്പൊ ഹീറ്റിനെ വർക്ക് ആക്കാം, വർക്കിനെ ഹീറ്റ് ആക്കാം. അതാണ് നമ്മുടെ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹീറ്റ് ക്യാൻ ബി, ഒരു ഫോം ഓഫ് എനർജി എന്നുള്ളത് മറ്റൊരു ഫോമിലേക്ക് ആക്കാം. ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ആൻഡ് വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം നെറ്റ്. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റത്തിലാകുമ്പോൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് നമുക്കറിയാം. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഈക്വൽ വർക്ക് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പൊ നമുക്ക് സൈക്ലിക് ഇന്റഗ്രൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഡെൽറ്റ ക്യൂ എന്ന് എഴുതാം. അതെന്താണ് നമ്മൾ അടുത്ത് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ജൂൾസ് എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എങ്ങനെ എഴുതി? ദ സിമ്പിൾ ഇന്റഗ്രൽ സൈക്ലിക് ഇന്റഗ്രൽ. ഓക്കെ, എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറയുമ്പോൾ നോട്ടുകളൊക്കെ നിങ്ങളുടെ ബുക്കിന്റെ ബാക്കിലേക്ക് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതാരാടാ ഒരു ബിജി റോയ് ജീറോ? ഹലോ, ഇതാരാ ബിജി? ഹലോ ആരാ? ആൽഫിനോ? ആൽഫിൻ റോയ്. അമ്മയുടെ ഇതിനകത്ത് ആൽഫിനാണോ? മറ്റേ ഫോൺ എന്തോ കംപ്ലൈന്റ് ആയി സാറേ, അതോ? ശരി. ഓക്കെ, അപ്പോ the symbol cyclic integral delta Q, which is called the cyclic integral of heat transfer, represent the net heat transfer during a cycle. അതായത് ആ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് ഡെൽറ്റ ക്യൂ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡെൽറ്റ ഡബ്ല്യു എന്താണ്? സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് വർക്ക്. ഓക്കെ, നിങ്ങൾ ഇനി ഇന്റഗ്രൽ എന്ന് പറയില്ല, ഇങ്ങനെ സിമ്പിൾ കാണുമ്പോൾ സൈക്ലിക് ഇന്റഗ്രൽ അത് എന്താണ് നമ്മൾ പഠിക്കാം? റെപ്രസെന്റ് ദ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ സൈക്കിൾ. അപ്പം ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എനർജിയെ മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഹീറ്റ് ഈക്വൽസ് വർക്ക് ആണ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് ഈക്വൽസ് ഹീറ്റ്. സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ. ഇനി ഡെൽറ്റ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, ഡി എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ മനസ്സിൽ വരിക. അപ്പം ദെൻ ജൂൾസ് എക്സ്പെരിമെന്റ്. അപ്പൊ ജൂൾസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ് ദ എൻഡിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ പറഞ്ഞ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ്, അതായത് ഈ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ പറഞ്ഞതുപോലെ വർക്ക് ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ജൂൾസ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ജൂൾസ് എക്സ്പെരിമെന്റിൽ നോക്കിയാൽ ഒരു അഡയാബാറ്റിക് വെസൽ ഉണ്ട്. അഡയാബാറ്റിക് വെസൽ എന്ന് പറയാം. അഡയാബാറ്റിക് എന്താണ്? അഡയാബാറ്റിക് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വർക്കോ എനർജി ഇന്ററാക്ഷനോ വർക്കോ അല്ലെ ഹീറ്റ് ട്രാൻസ്ഫറോ ഏതാണ് സറൗണ്ടിങ്സുമായിട്ട് നമുക്കില്ല. അതാണ് അഡയാബാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ പോകില്ല, അതാണ് അഡയാബാറ്റിക്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതുപോലെ തന്നെ ഒരു വെയിറ്റ് ഒരു ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുക, ഇപ്പൊ ഈ പൊസിഷനിൽ ഇരിക്കാതിരിക്കട്ടെ, ഇത് താഴോട്ട് വന്നിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇതിന് ഒരു പുള്ളിയുണ്ട്, അതിനൊരു പാഡിൽ വീലുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അവിടെ ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നോൺ മാസ് ഓഫ് വാട്ടർ കണ്ടെയ്ൻ ഇൻ ആൻ അഡയാബാറ്റിക് വെസൽ ഹാവിംഗ് തെർമോമീറ്റർ ആൻഡ് പാഡിൽ വീൽ. അതായത് ഇവിടെ പാഡിൽ വീൽ ഉണ്ട്. അതായത് ഈ കണ്ടെയ്നറിനകത്ത് എന്തുണ്ട്? ഒരു കിലോഗ്രാം വാട്ടറോ അല്ലെ 2 കിലോ, എത്ര മാസാണോ അത്രയും മാസ് വാട്ടർ ഉണ്ട്. The water is stayed by the paddle wheel which is driven by falling weight. The work is transferred to the system. അതായത് ഇവിടെ ഇരിക്കുവാണ് ഈ വെയിറ്റ്. ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പുള്ളി ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് എന്ത് ചെയ്യുന്നു? താഴേക്ക് മൂവ് ചെയ്യുന്നു. ഈ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പാഡിൽ വീൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ എന്ത് ചെയ്തു? വർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ വർക്ക് ട്രാൻസ്ഫർ ചെയ്തത് എങ്ങനെയാണ്? ആസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ അവിടെ ഇവിടെ ആദ്യം അതിന്റെ ടെമ്പറേച്ചർ T1 ആയിരുന്നു. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ
അതിന്റെ വർക്ക് ട്രാൻസ്ഫർ ചെയ്ത ഫോം എന്ന് പറയുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പോയ സാധനം ഇവിടെ ഫോം ഓഫ് എനർജി ആയിട്ട് വന്നത് അത് എന്ത് ചെയ്തു ഹീറ്റ് ടെമ്പറേച്ചർ റൈസ് ആയിട്ട് വന്നു. ഇപ്പൊ T1 എന്നുള്ളത് 10 ഡിഗ്രി എന്നുള്ളത് ചിലപ്പോൾ 11 ഡിഗ്രി ആയി കാണും. The system was initially at temperature T1, the same as that of atmosphere, and after work transfer, let the temperature rises to T2. The pressure is always 1 atmosphere. അതായത് 1 atmosphere ആണ് ഓൾവേസ്. അപ്പൊ T1 എന്നുള്ളത് T2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ നടന്നു, ആ ഇവിടെ ഒരു വർക്ക് നടന്നു, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങോട്ട് താഴേക്ക് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ mgz ഈക്വൽസ് എന്ത് ചെയ്യാം, ഇവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ വർക്ക് ട്രാൻസ്ഫർ പാഡിൽ വീലിൽ കൂടെ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലായി. ദെൻ നോക്കുക, the work transferred to the system W1 to 2, നമ്മൾ W1 to 2 during a process 1 to 2, അതായത് 1 എന്ന് പറയുന്നത് ആദ്യം വരുന്ന കണ്ടീഷൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള, ദെൻ 2 എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ എന്താണ് 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ, ദെൻ നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 2 ആയി അല്ലെ. ദെൻ calculated in terms of decreasing potential energy of the falling weight, that is work done on the system is equal to decrease in potential energy of the falling weight. അതായത് ഇതിലേക്ക് വർക്ക് ഡൺ ചെയ്ത എന്താ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്താണ്, അല്ലെ ഈ വെയിറ്റ് ഇവിടെ ഇരിക്കുമായിരുന്നു ആദ്യം, അവിടുന്ന് താഴേക്ക് വീണു. അപ്പൊ അവിടെ ഈ സിസ്റ്റത്തിലേക്ക് എന്താ വർക്ക് ഡൺ ചെയ്യുകയാണ്, ഈ പുള്ളി ഇതിലേക്ക് വർക്ക് ഡൺ ചെയ്യാണ്. അപ്പൊ എന്താണ് ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം നമുക്ക്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അതാണ് 1 to 2 നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ആ പാഡിൽ വീലിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോ എന്ത് ചെയ്തു, ഇവിടുത്തെ ഇന്റേണൽ എനർജി അല്ലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അത് ഇൻക്രീസ് ചെയ്തു. അപ്പം എന്ത് ചെയ്തു, അത് 2 ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് 2 ഇരിക്കുകയാണ്. ഇപ്പൊ 10 എന്നുള്ളത് 15 ഡിഗ്രി സെൽഷ്യസ് ആയെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വെളിയിലേക്ക് നടന്നെങ്കിൽ അത് നേരെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ വന്നു. അപ്പൊ എന്താ നോക്കിയേ, 1 ഇരുന്ന 10 ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്ന ഈ ഒരു കണ്ടീഷനിൽ ഇരുന്ന സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത്, അത് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്ത് വർക്ക് കൊടുത്തു. ഇവിടെ പുള്ളി താഴോട്ട് ചെയ്തപ്പോൾ വർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്തു. അതാണ് അവിടുത്തെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ റൈസ് ചെയ്തു. അപ്പൊ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഓപ്പൺ ആക്കി കൊടുത്തു, അല്ലെങ്കിൽ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അത് വീണ്ടും പഴയ സ്റ്റേറ്റിലായി. അതിനപ്പോ ഇതിനെയാണല്ലോ നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ അതിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രോസസ് എന്ന് പറഞ്ഞാൽ 1 to 2 ഒരു പ്രോസസ്സാണ്, 2 to 1 ഒരു പ്രോസസ്സാണ്. 1 to 2 എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ഓക്കെ, ദെൻ 1 to 2ഉം 2 to 1 കൂടെ ചേരുമ്പോഴാണ്, ഇത് ടോട്ടലി ചേരുമ്പോഴാണ് സൈക്കിൾ ആകുന്നത്. അതായത് ഇതിന്റെ ഡയറക്ഷൻ നോക്കുക, ഇങ്ങോട്ടാണ് പോകുന്ന ഡയറക്ഷൻ. 2 to 1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അതായത് 1 ഇരിക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ ആണ്, കാരണം അവിടെ വർക്ക് കൊടുത്തപ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, വർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. വർക്ക് കൊടുത്ത് പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അത് വേറൊരു ടെമ്പറേച്ചർ ആയിട്ട് മാറി. ദെൻ അത് തിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പഴയ ടെമ്പറേച്ചറിലേക്ക് എത്തി. The process 1 to 2 undergone by the system is shown in figure in generalized thermodynamics coordinate. അതായത് ഇതേ ഒരു XY കോർഡിനേറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. PV എന്നൊന്നും അല്ല, ഒരു XY കോർഡിനേറ്റ്. അതപ്പം പ്രഷർ ആകാൻ ടെമ്പറേച്ചർ ആകാൻ എന്തും ആകുന്നിരിക്കട്ടെ, എന്തെങ്കിലും ചേഞ്ച് ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ വെയിറ്റ് ആണ്, പൊട്ടൻഷ്യൽ എനർജി ആണ് ചേഞ്ച് ആയത്. ഓക്കെ, ദെൻ നോക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ T1 ആയിരുന്ന ടെമ്പറേച്ചർ ഇൻസുലേഷൻ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് T2 ആയി. ദെൻ അതിനുശേഷം ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് T1 ആയിട്ട് മാറി. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ Q2 to 1, അതായത് Q2 to 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 1 to 2 എന്ന് പറയുന്നത് വർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു അല്ലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ. ദെൻ 2 to 1 എന്ന് പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ സറൗണ്ടിങ്സിലേക്ക് കളയുമായിരുന്നു. അപ്പൊ Q2 to 1 ആണ്. അപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഡ്യൂറിംഗ് പ്രോസസ് 2 to 1 ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം ദ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് നമുക്കറിയാം Q എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ Q എന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അതിന്റെ ഈ പറഞ്ഞ ബേസിക് എല്ലാം നിങ്ങൾ ഇനി മുന്നോട്ട് വരുമ്പോൾ പഠിക്കും. ഇപ്പൊ Q ഈക്വൽ ടു mCp ∆T ആണ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ M എന്ന് പറയുന്നത് മാസ്, C എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പൊ ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ∆T എന്ന് എഴുതാം. ഇത് 1 to 2 അല്ല കേട്ടോ, ഇവിടെ ഇത് 2 to 1 ആണ്. നിങ്ങൾ എഴുതുമ്പോൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളുക, തെറ്റിപ്പോ വരുന്നത് Q1 to 2 അല്ല, Q2 to 1 ആണ്. ഓക്കെ, then it has been found that the work transfer W1 to 2 is always proportional to heat transfer Q2 to 1. അതായത് ഒന്നുമില്ല, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ W1 to 2 ഇവിടെ വരെ വന്നു.
അത് തന്നെയായിരിക്കും, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ പറഞ്ഞ ഹീറ്റ് എന്ത് ചെയ്ത് റിജക്ട് ചെയ്ത്. അതായത് വർക്ക് ഡൺ ചെയ്തതും ഹീറ്റ് റിജക്ട് ചെയ്തതും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് തന്നെയാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? നമ്മൾ എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞത്? നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ W1 പ്രൊപ്പോർഷണൽ ടു Q2 ആണെന്ന് നമുക്ക് ഈ ജൂൾസ് ഇക്വലന്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ W1 ഈക്വൽ ടു J ഇൻറ്റു Q22 എന്നിട്ട് J എന്ന് പറഞ്ഞാൽ ജൂൾസ് ഇക്വലന്റ് ആണ്. അതായത് J എന്ന് പറഞ്ഞ ഇതിപ്പം നടക്കുന്നത് ഒരുപാട് നമ്മുടെ ഈ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് മുമ്പെയാണ്. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർ വിചാരിച്ചത് വർക്കും ഹീറ്റ് ട്രാൻസ്ഫറും രണ്ടും രണ്ടാണ്. അതിന്റെ 2 യൂണിറ്റ് പഴയത് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ വർക്കും ക്യൂവും ജൂളിലാണ് എടുക്കുന്നത്. ക്യൂ കലോറിയിലും W ജൂളിലും സെപ്പറേറ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ആ ജൂൾസ് ഇക്വലന്റ് എന്ന് പറഞ്ഞൊരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ അവിടെ കൊണ്ടുവന്നു. ഇപ്പോഴല്ല, ഇപ്പം നമ്മൾ അങ്ങനെയല്ല, Q ഈക്വൽ ടു W എന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇഫ് ദ സൈക്കിൾ ഇൻവോൾവ്സ് മെനി വർക്ക് ആൻഡ് ഹീറ്റ് ഇന്ററാക്ഷൻസ്, അപ്പം ഈ സൈക്കിള് ഒരുപാട് വർക്ക് ഒരുപാട് ഹീറ്റ് ഇന്ററാക്ഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ ഇടാം അല്ലെ? W1 എന്ന് പറയുന്നത് ഇപ്പം 1 to 2 മാത്രമല്ല, ഇപ്പം 1 to 3 ആവാം, 1 to 4 ആവാം, 1 to 5 ആവാം. Q എന്ന് പറയുന്നത് 2 to 1 ആകാം, 2 to 3 ആകാം, 2 to 4 ആകാം. അപ്പം നമുക്ക് ഒരുപാട് ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അപ്പം സിഗ്മ W സൈക്കിൾ ഈക്വൽ ടു ജൂൾ സിഗ്മ Q സൈക്കിൾ ചെയ്താൽ. ഇനി നമ്മളിപ്പോ മോഡേണില് in SI system units, both heat and work are measured in joules. The constant of proportionality J is therefore unity. അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അവിടെ യൂണിറ്റ് ആവും, നമ്മൾ യൂണിറ്റി ആവും. കാരണം അവിടെ അങ്ങനെ ഒരു ജൂൾസ് ഇക്വലന്റ് ഇല്ല എന്ന് നമ്മൾ ഇപ്പം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ therefore അത് പല എക്സ്പെരിമെന്റിൽ കൂടെ പ്രൂവ് ചെയ്തതാണ്. therefore equation 1 becomes സിഗ്മ W സൈക്കിൾ ഈക്വൽ ടു സിഗ്മ Q സൈക്കിൾ. അതായത് നമ്മൾ നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ W ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ Q എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ഇത് കണ്ടോ, ഈ ഒരു ഒറ്റ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ ഇവിടെ നിന്നുള്ള വർക്ക് ഡൺ ചെയ്തതും ദെൻ ഹീറ്റ് റിജക്ട് ചെയ്തതും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് സിമ്പിൾ ഡെൽറ്റ Q ഈസ് കോൾഡ് സൈക്ലിക് ഇന്റഗ്രൽ. അതുപോലെ ഡെൽറ്റ W സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് വർക്ക്. Then equation 2 and 3 are represent the mathematical expression of first law of thermodynamics for a closed system undergoing cycle. അപ്പോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ, അതിന്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇക്വേഷൻ 2 and 3 റെപ്രസെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഈ തെർമോഡൈനാമിക്സിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റുകൾ ഓരോ പോയിന്റിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പം വർക്ക്, ഹീറ്റ്, എനർജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം പലതും പല മനസ്സിൽ പല കാര്യങ്ങളായിട്ട് വരും. അപ്പൊ നമ്മൾ അതിന്റെ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് വായിച്ച് നോക്കിയെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളത് റീഡ് ചെയ്യുക. വേറെ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ യൂട്യൂബുകൾ കണ്ടൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അതിനു മുമ്പ് എന്നോട് ഡൗട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ല, എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കുക. നിങ്ങൾ എഴുതുന്ന സമയത്തായാലും നിങ്ങൾ വോയിസ് അയച്ചിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ്. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന് അറിയണം, സൈക്കിൾ എന്താണെന്ന് അറിയണം, എല്ലാം നമ്മൾ നേരെ നോക്കിയാണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ പറയാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം undergoing a cycle can be stated as for a system operating in a cycle, the net heat transfer is equal to net. ഒരു സിസ്റ്റം എന്താണ് ഒരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, ജൂൾസ് എക്സ്പെരിമെന്റ് അല്ലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജൂൾസ് എക്സ്പെരിമെന്റ് ആണെന്ന് എഴുതേണ്ടത്. എന്താണ്? ഒരു കണ്ടെയ്നറിനകത്ത് പാഡിൽ വീലുണ്ട്, അതൊരു സിമ്പിൾ അല്ലേ, ഒരു പുള്ളിയുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തു, വെയിറ്റ് ലോവർ ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തു. അത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിട്ട് നമ്മുടെ പാഡിൽ വീലിലേക്ക് ചെന്നു. അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്തു. ടെമ്പറേച്ചർ റൈസ് ചെയ്തതിന് ശേഷം എന്താണ്, അതിന്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്തപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ വെളിയിലേക്ക് പോയി. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി, ആ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത W12 Q ഹീറ്റ് റിജക്ട് ചെയ്തതും ഒരു സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അത്രയുമാണ് നിങ്ങൾ ജൂൾസ് എക്സ്പെരിമെന്റിൽ എഴുതേണ്ടത്. ദെൻ ഫസ്റ്റ് ലോ ഓഫ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓർ പ്രോസസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റ് 1ൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും
ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനെയാണ് എന്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സ് അല്ലെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് ബേസിക് എന്താണ് സൈക്കിള്, പ്രോസസ്സ്, പാത്ത്, ഫംഗ്ഷൻ ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് എല്ലാ മൊഡ്യൂളും പഠിക്കാൻ പറ്റൂ. അറിയാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള സമയമില്ല. ഓക്കെ, ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓർ പ്രോസസ്. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം, അതാ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് കൊടുക്കുന്നു, അത് വർക്കായിട്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇഫ് ക്യൂ ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം. ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഡബ്ല്യു ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ട്രാൻസ്ഫർഡ് ഫ്രം ദ സിസ്റ്റം. ആ ക്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ വർക്ക് വെളിയിലേക്ക് പോയാണ് ഡബ്ല്യു. ദെൻ നെറ്റ് എനർജി ട്രാൻസ്ഫർ ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു വിൽ ബി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം. അതായത് നമ്മൾ കൊടുത്ത ക്യൂ 10 കിലോ ജൂൾ ഉണ്ടെങ്കിൽ ആ 10 കിലോ ജൂളും വർക്കായിട്ട് മാറിയില്ല. ഇതിൽ 8 കിലോ ജൂൾ മാത്രമേ വർക്കായിട്ട് പോയുള്ളൂ, ബാക്കി 2 കിലോ ജൂൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ക്യൂ മൈനസ് ഡബ്ല്യു ഈക്വൽസ് ഡെൽറ്റ എ. അതായത് 10 മൈനസ് 8 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതാണ് ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തത്. അപ്പൊ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ എന്ന് എങ്ങനെ എഴുതാം, ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു അല്ലെ ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാം, ഇന്റേണൽ എനർജി. അപ്പോൾ ഒരു ഫസ്റ്റ് ലോ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സ്റ്റേറ്റ് ഓർ പ്രോസസ് എന്ന് പറയുമ്പോൾ അതായത് എന്താ, ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ആദ്യമേ ഇരിക്കുന്നത് 5 കിലോ ജൂൾ അല്ലെ 5 കിലോ എന്ന് പറഞ്ഞില്ല, ഒരു ടെമ്പറേച്ചർ എനർജി. ഒരു സിസ്റ്റം ചുമ്മാ ഇരിക്കും, നമുക്ക് എനർജി പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ഒരു സിസ്റ്റം ഇരിക്കുമ്പോൾ P1 T1 എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എന്താ ഇൻക്രീസ് ചെയ്ത് T2 ആയിട്ട്. ഓക്കെ, അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കൊടുത്ത ഹീറ്റ് ട്രാൻസ്ഫറിൽ കുറച്ച് വർക്കായിട്ട് മാറി. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, കുറച്ച് ഇവിടെ സ്റ്റോർ ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ് P1 T1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും P2 T2 എന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി എടുത്തപ്പോൾ അവിടുത്തെ ഇക്വേഷൻ, അവിടുത്തെ എനർജി ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഈ പഠിച്ചത്. Q ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ഇ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേക്കാവോ? ഒരു വണ്ടി പോയതാ. കേൾക്കാം. ആ, ഓക്കെ. ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ചസ്. ഇനി അതെങ്ങനെയാണ് ഇതാ നോക്കുക, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു ചെറിയ ഒരു ഇതാണ്. കാരണം മറ്റേത് മാത്രം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് വൈസ് മനസ്സിലാവില്ല, നമ്മൾ ചുമ്മാ പഠിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളൊരു ഇതെടുക്കുക, സിസ്റ്റം എടുക്കുക, ഒരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുക. ദെൻ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2ലേക്ക് എത്തുക. പാത്ത് എ വഴി നമ്മൾ എത്തി. ദെൻ 2 പാത്ത് വഴി ബി എന്ന് പറഞ്ഞിടത്തും സി എന്ന് പറഞ്ഞിടത്തോടു കൂടി അത് തിരിച്ചുപോയി. ഓക്കെ, അത് കൺസിഡർ ചെയ്യുക. കൺസിഡർ എ ക്ലോസ്ഡ് സിസ്റ്റം വിച്ച് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2, അതായത് ഇങ്ങോട്ടാണ്, ബൈ ഫോളോയിങ് എ പാത്ത് എ ആൻഡ് റിട്ടേൺസ് ഫ്രം സ്റ്റേറ്റ് 2 ടു സ്റ്റേറ്റ് 1 ബൈ ഫോളോയിങ് എ പാത്ത് ബി. ദസ് ദ സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. അതായത് 1ൽ നിന്ന് 2ലെത്തി, ദെൻ 2ൽ നിന്ന് ബി എന്ന പാത്ത് എടുത്ത് 1ലെത്തി. അപ്പൊ അത് മനസ്സിലായി, ഒരു സൈക്കിൾ ഉണ്ടായി. ദെൻ 1ൽ നിന്ന് 2ലെത്തി, ദെൻ 2ൽ നിന്ന് സി എന്ന പാത്ത് എടുത്ത് 1ലെത്തി. ഓക്കെ, അപ്പൊ അതും ഒരു സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈക്കിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക്. സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കൺസിഡറിങ് ദ 2 സെപ്പറേറ്റ് പ്രോസസ്. അതായത് ഇതൊരു സൈക്കിൾ ആണല്ലോ, ദെൻ ഇതൊരു സൈക്കിൾ ആണല്ലോ, ടു ടു സി 2 ടു ബി, അത് വരുമ്പോഴും 2 സൈക്കിളായിട്ട് വരുമല്ലോ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് പ്രോസസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. 1 സെക്കൻഡ് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ എ, അതായത് ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, അതായത് നോക്കിയേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ ക്യൂ ആണ്. അതുപോലെ 2 to 1 പോയ സമയത്തും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, ഹീറ്റ് ഇങ്ങോട്ട് വന്നു, ഹീറ്റ് റിജക്ട് ചെയ്തു. അപ്പം ഇന്റഗ്രൽ 1 to 2 ഈ ഒരു പാത്തിൽ എടുത്തത് ക്യൂ എ എന്നാണ്.
ഓക്കെ, എ ആൻഡ് ക്യൂ എന്നെടുത്തി. ദെൻ 2-ൽ നിന്ന് 1-ലേക്ക് പോയപ്പോൾ അവിടെ എടുത്ത ഹീറ്റ് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ക്യൂ ബി എന്നെടുത്തു. ഓക്കെ, അത് എന്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, അതായത് ഇത് രണ്ടും കൂടെ സം ചെയ്യണ്ടേ, അതിന് വേണ്ടി ചെയ്തു. ഇനി റൈറ്റ് സൈഡിൽ വർക്ക് എടുത്ത് നോക്കിയാലോ, 1 to 2-ൽ വന്നപ്പോൾ അവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു എ എടുത്തു. ദെൻ 2 to 1-ൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ ഡെൽറ്റ ഡബ്ല്യു എടുത്തു. അപ്പൊ ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നതായിരിക്കും ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കൺസിഡർ അനദർ സൈക്കിൾ. നമ്മൾ ഈ എ ടു ബി ആൻഡ് 1 to 2 എയിൽ കൂടെ, then 2 to 1 ബിയിൽ കൂടെ ഉള്ളതാണ് എടുത്തത്. Then now consider another cycle in which system changes from 1 to state 2 by following path A and returns from state 2 to state 1 by following path C. അതായത് ഈ പാത്ത് സിയിൽ കൂടെ എടുക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ബി കൂടെ ഉള്ള കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, ഫസ്റ്റിൽ അങ്ങോട്ട് പോകുന്നത് സെയിം ആണ് തന്നെ, ഇന്റഗ്രൽ 1 to 2 ഡെൽറ്റ ക്യൂ എ. ദെൻ 2 to 1 പോകുമ്പോൾ എന്താണ്, അവിടെ ക്യൂ സി ആണ്. ഓക്കെ, അപ്പം 2 to 1 അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്യൂ സി. ദെൻ 1 to 2 എന്താണ്, ഇവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ ഇന്റഗ്രൽ 1 to 2 തന്നെ. ദെൻ സി എന്ന പാത്തിൽ കൂടെ പോകുമ്പോൾ ഡബ്ല്യു സി വന്നു. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, 1 and 2 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ കിട്ടി. ദെൻ നമ്മൾ ഇതിനെ ഒന്ന് മൈനസ് ചെയ്യുന്നു. 1 സെക്കൻഡ്, ഇടയ്ക്ക് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഇടയ്ക്ക് ഒരു പി പി ടി ഉണ്ടായിരുന്നില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ മൈനസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഈ ലെഫ്റ്റ് സൈഡ് അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല, അത് ഇടാൻ വിട്ടുപോയി. മൈനസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നേ. ഓക്കെ, ഇത് നോക്കുക, അതായത് ഈ 1 ഈ ലെഫ്റ്റ് സൈഡില് 1 - 2 ചെയ്യുവാണ്. അപ്പൊ ഡെൽറ്റ ക്യൂ എ മൈനസ് എന്ത് ഇന്റഗ്രൽ 2 to 1 ഡെൽറ്റ ക്യൂ ബി. അതായത് ഞാൻ എഴുതി കാണിക്കാം, ഇതിനകത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതേ മൈനസ് ഇത് ചെയ്യുന്നു, ഇതിന്റെ ഫ്രണ്ടിൽ ഇത് കൊണ്ട് എഴുതുന്നു. ദെൻ ഇത് മൈനസ് എഴുതി ഇതിന്റെ ഫ്രണ്ടിൽ ഇത് കൊണ്ട് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ക്യൂ എയുടെ ടേംസ് ഇവിടെ വെട്ടിപ്പോവും, അതുപോലെ ഇവിടെ ഡബ്ല്യു എയുടെ ടേംസ് വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് എന്ത് വന്നു നോക്കിയേ, നമുക്ക് അത് വെട്ടിപ്പോയി കഴിയുമ്പോൾ ദ ഇന്റഗ്രൽ 2 to 1 ഈ 2 to 1 ഈ ക്യൂ സി ഈ ഇവിടെ ക്യൂ ബി ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വന്നു, ഇത് നോക്കിയേ, അതിനെ റീഅറേഞ്ച് ചെയ്ത് ഈ ക്യൂ സി അപ്പുറത്ത് കൊണ്ടുപോയി ക്യൂ ബി ഇപ്പുറത്ത് കൊണ്ടുവന്നു. അത് എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ മൈനസ് ചെയ്താൽ മതി, അത് ചെയ്ത് കാണിക്കണോ? ഹലോ അമീനെ, അമീൻ മനസ്സിലായോ പറഞ്ഞത്? മൈനസ് അതായത് ഈ ഇതിനെ മൈനസ് ചെയ്യുക, അതിന്റെ ഇടയ്ക്കുള്ള പി പി ടി ഞാൻ ഇടാൻ വിട്ടുപോയി, അതിന് എടുക്കണമെങ്കിൽ പാടാണ്. ഓക്കെ, അതായത് ഇതിനെ രണ്ടിനെ മൈനസ് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് ബിയുടെ ടേമിനെ, അതായത് ബി എന്ന പാത്തിൽ കൂടെ ഉള്ളതിനെ ഒരുമിച്ച് കൊണ്ടുവരിക. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ ചോദിക്കുക കേട്ടോ, പിന്നീട് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ. മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം, ഞാൻ പറഞ്ഞു പോവാണ്. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു അത് ബി എന്ന പാത്തിൽ കൂടെ എടുക്കുക. ദെൻ സി എന്ന പാത്തിൽ കൂടെ എടുക്കുമ്പോൾ ഡെൽറ്റ ക്യൂ മൈനസ് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോ നമുക്ക് മനസ്സിലായി ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽസ്, രണ്ട് സൈഡിൽ നമുക്ക് സെയിം ഇക്വേഷൻ ആണ് കിട്ടിയാല്. അതായത് നോക്കിയേ, അത് ബി എന്ന പാത്തിൽ കൂടെ എടുത്തപ്പോൾ സി എന്ന പാത്തിൽ കൂടെ എടുത്തപ്പോൾ നമുക്ക് രണ്ട് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ് കിട്ടിയത്, ഇവിടെ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ നമുക്ക് എന്തോ ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സിൻസ് ബി ആൻഡ് സി റെപ്രസെന്റ് 2 ആർബിട്രറി പോയിന്റ്സ്, അതായത് ബി ആൻഡ് സി എന്ന് പറയുന്നത് 2 ആർബിട്രറി പോയിന്റ്സ് ആണ് സ്റ്റേറ്റ് 2 to 1 എന്നുള്ളത്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് സെയിം ഫോർ ഓൾ ദ പ്രോസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് 2 and 1. അപ്പൊ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ് 2-ൽ നിന്ന് 1-ലേക്ക് പല ഡിഫറെന്റ് പാത്ത് എടുത്തപ്പോൾ, ഇവിടെ കുറെ പാത്ത് ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ വേറൊരു പാത്ത് ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാം ആയാലും നമുക്ക് ഈക്വൽ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി ദസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഓൺ പാത്ത് ഫോളോഡ് ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്. അതായത് മനസ്സിലായി, നമുക്ക് ഇതിന്ന് മനസ്സിലായി ക്യൂ മൈനസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എന്തോ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം, ഈ പറഞ്ഞ എൻഡ് സ്റ്റേറ്റിലും ഫൈനൽ സ്റ്റേറ്റിലുമുള്ള ഫൈനൽ സ്റ്റേറ്റിലെ എൻഡ് സ്റ്റേറ്റിലും ഉള്ളതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് ചെയ്ത് അതിന്റെ വാല്യൂ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അതെന്താണ്, പോയിന്റ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ പോയിന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ
ആ പോയിന്റ് ഫംഗ്ഷനെ നമ്മുടെ വർക്കും ഹീറ്റും പാത്ത് ഫംഗ്ഷനാണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ദേ നോക്കിയേ, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതിയപ്പോൾ നമുക്ക് ആ എൻഡ് ഇതിന്റെ ഫൈനലിന്റെയും വാല്യൂ കിട്ടിയെങ്കിൽ നമ്മൾ അതിനെ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പം ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പൊ ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എനർജി ആണെന്ന് മനസ്സിലായി. അതായത് എനർജി എന്നത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റം ചുമ്മാ ഇരിക്കുകയാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ചുമ്മാതിരിക്കുകയാണെങ്കിൽ അതിന് വർക്കോ ഹീറ്റോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിനെ എനർജി എന്നാണ് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ ഇതായി നോക്കിയ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്തത്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഈ സാധനം തന്നെ ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് കൊടുത്തു. ദെൻ എന്താണ്, ആ ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് കൊടുത്തപ്പോൾ വർക്ക് കുറച്ചായിട്ട് മാറി. അപ്പൊ അവിടെ ഡെൽറ്റ ഇ, അതായത് ഇന്റേണൽ എനർജി ക്യൂ മൈനസ്, ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളത്, ഫസ്റ്റ് ലോ വെച്ചിട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇതും പ്രൂവ് ചെയ്യുന്നത്. ഓരോ സയന്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം നമുക്ക് ക്യൂ മൈനസ്, അതായത് വർക്ക് ഹീറ്റ് കൊടുത്തത് വർക്കായിട്ട് മാറി, കുറച്ച് ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ ആ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. ക്യൂ മൈനസ് ഡബ്ല്യു, അത് എൻഡ് പോയിന്റും ഫൈനൽ പോയിന്റും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയെങ്കിൽ അത് പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ അല്ല. അത് തന്നെ അതിനെ ഒന്നുകൂടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു, ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് ഡി ഇന്റേണൽ എനർജി എന്ന് എഴുതാം, അല്ലെ യു എന്ന് എഴുതാം. അത് പുറകിലേ വരുമ്പോൾ പറയാം. അപ്പൊ നോക്കിയേ, രണ്ട് എനർജി ഉണ്ട്. 1 to 2 to 1ലേക്ക് പോകുമ്പോൾ ബി എന്ന പാത്ത് എടുക്കുമ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഇ ബി. ദെൻ 2 to 1 ഇവിടുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഇ സി. അപ്പം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഏത് പാത്തിൽ കൂടെ പോയാലും സെയിം ആണ്. അപ്പൊ ഇ വൺ മൈനസ് ഇ ടു, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇ വൺ മൈനസ് ഇ ടു എന്ന് എഴുതാം അല്ലെ. പ്രോപ്പർട്ടി ആയതുകൊണ്ട്, എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഇ വൺ മൈനസ് ഇ ടു, അതായത് ഇ വൺ ഇവിടുത്തെ എനർജി മൈനസ് ഇവിടുത്തെ എനർജി, ദെൻ സി പാത്തിൽ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ എനർജി മൈനസ് ഇവിടുത്തെ എനർജി. അപ്പൊ ഏത് പാത്തിൽ കൂടെ പോയാലും എനർജി എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പൊ ചേഞ്ച് ഇൻ എനർജി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് ഓഫ് സിസ്റ്റം ഈസ് ദ സെയിം വാട്ട് എവർ പാത്ത് ദ സിസ്റ്റം മേ ഫോളോ ഡ്യൂറിംഗ് ദാറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് എനർജി ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം. അപ്പൊ എനർജി പോയിന്റ് ഫംഗ്ഷൻ ആണോ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണോ പ്രൂവ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുക, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ് എടുക്കുക. എന്നിട്ട് രണ്ട് പാത്ത് എടുക്കുക, എ ബി ആൻഡ് സി. ഈ ഒരു ഫിഗർ വരയ്ക്കുക. എന്നിട്ട് 1 to 2 എന്ന് പറയുന്നത് പോകുന്നതാണ്. ദെൻ ബി ടു സി, ഇത് മെനി പാത്ത് എടുക്കാം, അത് കുഴപ്പമില്ല. ഇപ്പൊ രണ്ടെണ്ണം എടുക്കുക, ബി ടു സി എടുക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ ഈക്വൽ ടു ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ അതിനെ രണ്ട് പ്രോസസ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ആദ്യം എയിൽ കൂടെ ഉള്ളതും ബിയിൽ കൂടെ ഉള്ളത് എടുക്കുക, പിന്നെ എയിൽ കൂടെ ഉള്ള സിയിൽ കൂടെ ഉള്ളത് എടുക്കുക. എന്നിട്ട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. ആ ക്യൂ മൈനസ് ഡബ്ല്യു ആണ് എനർജി. ആ ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണ് മനസ്സിലായി. ഓക്കെ, ഇനി പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രം, ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ച് എഴുതാൻ പറയുന്നത്. പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതെന്താണെന്ന് ഈ പറഞ്ഞത്, ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പുറകെ പോയി നോക്കുക. അറിയില്ലെങ്കിൽ എന്നോട് ഇൻഡിവിജ്വലി ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഫോർ എനി പ്രോസസ് 1 to 2 ഇന്റഗ്രേറ്റിംഗ് ദ ഇക്വേഷൻ 4. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് നോക്കി, ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ് വർക്ക് എന്ന് പറയുന്നത്. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Q1 to 2 എന്ന് എഴുതാൻ പറ്റും, നമുക്ക് Q2 മൈനസ് Q1 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം അത് പാത്ത് ഫംഗ്ഷൻ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ. ദെൻ വർക്ക് വരുമ്പോൾ വർക്കിനെ W2 മൈനസ് W1 എന്ന് എഴുതാൻ പറ്റില്ല നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ, കാരണം അത് പാത്ത് ഫംഗ്ഷൻ ആണ്. എന്നാൽ എനർജിയുടെ ടേമിൽ വന്നപ്പോൾ അത് പോയിന്റ് ഫംഗ്ഷൻ ആണ്, എൻഡ് സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ E2 മൈനസ് E1 എന്ന് എഴുതാം. ഓക്കെ, അവിടെയാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ Q മൈനസ് ഡബ്ല്യു ഈക്വൽ ടു E എന്ന് വന്നു. ഇക്വേഷൻ 4 and 5 റെപ്രസെന്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ആദ്യം എഴുതിയ പോലെ എന്താണ്, ഒരു ഫിഗർ വരച്ചു. അതായത് ആദ്യം സ്റ്റേറ്റ്മെന്റ് കാണിച്ചില്ലേ, ഈ സ്റ്റേറ്റ്മെന്റ് അതല്ല, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇവിടെ സിസ്റ്റം ആണ്, സിസ്റ്റത്തിൽ ഹീറ്റ് കൊടുത്തു, വർക്ക് മാറി. അപ്പൊ Q മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡെൽറ്റ I. ഇതിനെയാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തെടുത്തത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്.
നോക്കിയേ, ഇത് തന്നെ ക്യൂ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു, അതായത് ക്യൂ മൈനസ് ഡബ്ല്യു, ഹീറ്റ് കൊടുത്തത് മൈനസ് വർക്ക് ഈക്വൽ ടു ഡെൽറ്റ ഇ. ദെൻ ക്യൂ എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് കിട്ടി. ദെൻ Q1 to 2, W1 to 2, E2 മൈനസ്, ദെൻ Q എന്ന് എഴുതുന്നത് E2 മൈനസ് E1, W1 to 2 എന്ന് എഴുതാം. അപ്പൊ ഈ E2 മൈനസ് E1 എന്ന് എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡി ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ എനർജി എന്ന് എഴുതുന്നത് കേട്ടോ. ചേഞ്ച് ഇൻ എനർജി എന്ന് എഴുതുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഒരുപാട് വർക്ക് ട്രാൻസ്ഫറും ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫറും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? ആരാമല്ലേ? സാലിം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു വർക്ക് ഓൺ ദ സിസ്റ്റം ഉണ്ട്, ദെൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്, ഇവിടെ W4 ഓൺ ദ സിസ്റ്റം ഉണ്ട്, ദെൻ ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, Q2 Q3 കൊടുക്കുന്നുണ്ട്, Q1 വെളിയിലേക്ക് ഈ ട്രാൻസ്ഫർ വെളിയിലേക്കുണ്ട്. അപ്പോൾ ഇഫ് ദർ ആർ മെനി എനർജി ട്രാൻസ്ഫർ ഓക്കർ ആസ് ഹീറ്റ് ആൻഡ് വർക്ക് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഫസ്റ്റ് ലോ വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് എഴുതാം Q ഈക്വൽസ് ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാം അല്ലെ. അപ്പം Q എന്ന് പറയുന്ന എല്ലാ ക്യൂടെ സം ചെയ്യും, എല്ലാ ക്യൂടെ സം ചെയ്യുമ്പോൾ നോക്കിയേ, അതിന്റെ ഡയറക്ഷൻ നോക്കുക. അത് വെളിയിലേക്കാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ വെളിയിലേക്ക് കൊടുക്കുവാണെങ്കിൽ മൈനസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് Q1. അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. വർക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് അതൊക്കെ ബേസിൽ പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. മൈനസ് Q1 വെളിയിലേക്ക് പോകുമ്പോൾ ദെൻ Q2 എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ അകത്തോട്ട് വരുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി, അപ്പം പ്ലസ് Q2. ദെൻ ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ ഒരു Q3 കൂടെ ഉണ്ട്, അപ്പം പ്ലസ് Q3 എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അത്രയും എല്ലാ ഹീറ്റ് ട്രാൻസ്ഫർ എഴുതിയല്ലോ, അതേ ഈക്വൽസ് ഡെൽറ്റ ഇ, അത് അതുപോലെ എഴുതി, ചേഞ്ച് ഇൻ എനർജി എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുവാണ്, ഡൺ ഓൺ ദ സിസ്റ്റം ആണ്, അപ്പം മൈനസ് W1. ദെൻ വെളിയിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആണ്, പ്ലസ് W2. ഇത് W4 വെളിയിലേക്ക് പോവാണ്, അപ്പോൾ സോറി W4 അകത്തേക്ക് പോവാണ്, അപ്പോൾ മൈനസ് W3 വെളിയിലേക്ക് പോവുകയാണ്, അപ്പോൾ പ്ലസ് ക്വാണ്ടിറ്റി. അപ്പം വർക്ക് കൊടുക്കുമ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് കൃത്യമായിട്ട് പഠിക്കാം, നമ്മൾ അതൊക്കെ പഠിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്കത് ടോട്ടൽ വർക്ക്, ടോട്ടൽ ഹീറ്റ് എന്ന് എഴുതാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് magnetic electric surface tension effect, the total energy of a system consists of internal energy and macroscopic kinetic and potential. നേരത്തെ പഠിച്ചതുപോലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി അല്ലാതെ അതിന് സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്, അതാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഡി ഇ ഈക്വൽസ്, ഇത് ടോട്ടൽ എനർജിയാണ്, ഡി യു ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ, ഞാൻ പറഞ്ഞു സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ ഹോളായിട്ട് എടുത്താൽ അവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ്. അപ്പോൾ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എനർജി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന എനർജി, സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി എന്താണ്? ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ എനർജി എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ, അപ്പൊ നമുക്കതിനെ ഇന്റേണൽ എനർജി എന്ന് വിളിക്കാം. ഓക്കെ, സെയിം സാധനം തന്നെ പറഞ്ഞിരിക്കുന്നു. ദെൻ ഇന്റേണൽ എനർജി പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണെന്ന് നോക്കിയേ. ദിസ് ഫസ്റ്റ് ലോ ഫോർ എ സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡി യു എന്ന് എഴുതാം. Q1 to 2 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ എനർജിയെ മാത്രം U2 മൈനസ് U1 എന്ന് എഴുതാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഓർക്ക് Q2 മൈനസ് Q1 എന്നല്ല എഴുതേണ്ടത്, Q1 to 2 എന്നാണ് എഴുതേണ്ടത്. ചേഞ്ച് ഇൻ W1 to 2 എന്നാണ് എഴുതേണ്ടത്, W1 മൈനസ് W2 എന്നല്ല എഴുതേണ്ടത്. പക്ഷെ ചേഞ്ച് ഇൻ എനർജി DU എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട്, പോയിന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, പ്രോപ്പർട്ടി ആയതുകൊണ്ട് U2 മൈനസ് U1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് മനസ്സിലായി എനർജി, ഇന്റേണൽ എനർജി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം when only displacement work is present. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് വർക്ക് മാത്രമാണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡി വി ആണല്ലോ നമുക്ക് നേരത്തെ ഇക്വേഷൻ കിട്ടിയത്. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡി വി ആണ് അല്ലെ. അപ്പോ നമുക്ക് ഡെൽറ്റ ഡബ്ല്യുന് പകരം ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു, ഇതാ ഇവിടെ നമുക്ക് പി ഡി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണെങ്കിൽ
ക്യൂ എന്ന് പറയുന്നത് ഡി യു പ്ലസ് പി ഡി വി. അങ്ങനെ ഓരോ വർക്ക് വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം ക്യൂ മൈനസ് ഡബ്ല്യു എന്നുള്ളതാണ് യു അല്ലേ? അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു പ്ലസ് ഡബ്ല്യു ആണ്. അപ്പൊ ഈ വർക്ക് എന്തുമാകാം? ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആകാം, ഇലക്ട്രിക്കൽ വർക്ക് ആകാം, ഷാഫ്റ്റ് വർക്ക് ആകാം, അങ്ങനെ പല വർക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇക്വേഷൻ വരും. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എന്ത്? ക്യൂ മൈനസ് ഡബ്ല്യു ഈക്വൽ, ഒരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും, കുറച്ച് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആൽഫിൻ കേൾക്കുന്നുണ്ടോ? ആയിരിക്കുവാണോ? അമൽ ബി കേൾക്കുന്നുണ്ടോ? ജോഷ്ണോ? എന്താ ജോഷ്ണോ അപ്പം അൺമ്യൂട്ട് ചെയ്തേ? എന്താ മനസ്സിലായത്? നമ്മളൊരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇന്റേണൽ എനർജി ക്യൂ ഈക്വൽസ് എങ്ങനെ വരും? ഞാൻ ജോഷ്ണോ? ഹലോ ജോഷ്ണോ, അൺമ്യൂട്ട് ചെയ്തോ? ഞാൻ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ക്യൂ എന്ന് 10 കിലോ ജൂൾ ഹീറ്റ് കൊടുത്തു, അത് 8 കിലോ ജൂൾ വർക്കായിട്ട് മാറിയെങ്കിൽ ബാക്കി ഇവിടെ പോയി. ബാക്കി എനർജി വേറെ ഫോമിലേക്ക് മാറി. ആ ഫോമിൽ എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് അപ്പൊ ആ ഫോമിന്റെ എത്ര? 10 കൊടുത്തു 8 മാറിയെങ്കിൽ ബാക്കി എത്ര ഉള്ളത്? 2. ആ 2 എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്ത്? കൈനറ്റിക് എനർജി ആയിട്ട് ആക്ട് ചെയ്യും. കൈനറ്റിക് എനർജി ആയിട്ടാണോ? ഞാൻ ഇത്രയും പറഞ്ഞത് വേസ്റ്റ് ആയി പോയില്ലേ? യു ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. അത് ആൽഫിൻ പറഞ്ഞ പോലെ ഇന്റേണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. ഓരോ പോയിന്റും ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങോട്ട് വരുന്ന കൺസെപ്റ്റുകളൊക്കെ തെർമോഡൈനാമിക്സിലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്രശ്നം വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എന്റെ എം ബിയും കളഞ്ഞിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ട് എങ്ങനെയും ഒക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാ. അല്ല എനിക്ക് വ്യൂസ് കൂടാനോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനോ ഒന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണുക, മനസ്സിലായില്ലെങ്കിൽ അത് കാണുക. ദെൻ കാരണം ഈ മുന്നോട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങളുടെ തെർമോഡൈനാമിക്സിന് ബേസ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഫസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ക്യൂ മൈനസ് ഡബ്ല്യു ഓക്കെ ഡബ്ല്യു ഡെൽറ്റ ഇ അത്രയും മാത്രമേ സിലബസ് നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഹീറ്റ് ട്രാൻസ്ഫറോ വർക്ക് ട്രാൻസ്ഫറോ ഇല്ല. അപ്പോൾ ക്യൂ മൈനസ് ഡബ്ല്യു ഈക്വൽസ് ഡെൽറ്റ ഇ എന്നുള്ളതിൽ ക്യൂ 0 ആണ്, ഡബ്ല്യു 0 ആണ്. അപ്പൊ ഡെൽറ്റ ഇ ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അവിടെ എനർജി 0 ആണെന്നല്ല അതിന്റെ അർത്ഥം. ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെ, ചേഞ്ച് ഇൻ എനർജി 0 ആണെന്ന് അർത്ഥം. ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? E2 മൈനസ് E1 ഈക്വൽ ടു 0 ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ E2 E1 0 ആണെങ്കിൽ ഓക്കെ 0 ആണ്. പക്ഷെ E2 10 ആണ്, അതുപോലെ E1 10 ആവുകയാണെങ്കിലാണ് 0. അതായത് ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഇല്ല. ഫൈനൽ എനർജി ഇനിഷ്യൽ എനർജി സെയിം ആണ്. അപ്പൊ അതിന്റെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 10 ആണെങ്കിൽ 10 ആണ്, 20 ആണെങ്കിൽ 20 ആണ്. കാരണം 20 മൈനസ് 20 ഏത് 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് അർത്ഥം. 0 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്, ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ കൺസെപ്റ്റിൽ ഇത് പഠിച്ചു. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എനർജി ട്രാൻസ്ഫർ ഇല്ല, വർക്ക് ട്രാൻസ്ഫർ ഇല്ല. അവിടെ നമ്മൾ പഠിച്ചു എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലായത്. ഓക്കെ, എല്ലാത്തിനും ഓരോ ബേസ് ഉണ്ട്, നമ്മൾ ചുമ്മാ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഇതോടെ ഈ ഒരു ഇത് തീരെയാണ് പ്രിപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് PM1. നമ്മൾ എല്ലാത്തിനും ഒരു അസംഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു മെഷീൻ ഇല്ല, പ്രിപ്പച്വൽ മോഷൻ മെഷീൻ ഇല്ല. അതായത് നമ്മളൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് നോക്കിയേ,
ഇവിടെ ഹീറ്റ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു എഞ്ചിൻ വർക്ക് കിട്ടൂ. കണ്ടിന്യൂസ്ലി കൊടുത്തെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. എ ഡിവൈസ് ദാറ്റ് വയലേറ്റ്സ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് by creating energy is called a perpetual motion machine. അതായത് ക്രിയേറ്റിംഗ് എനർജി ഫ്രം നത്തിങ് എന്നൊരു സംഭവം ഇല്ല. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. ക്രിയേറ്റിംഗ്, അത് എഴുതി വെക്കെ മനസ്സിലായി. ക്രിയേറ്റിംഗ് എനർജി ഫ്രം നത്തിങ് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് ഫസ്റ്റ് ലോയുടെ വയലേഷൻ ആണ് അപ്പം വരുന്നത്. അതായത് നമുക്ക് ഹീറ്റിനെ കൊടുക്കുമ്പോൾ അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഈ പെർപെച്വൽ മോഷൻ മെഷീൻ ഫസ്റ്റ് കൈൻഡ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ ഹീറ്റ് കൊടുത്തില്ലെങ്കിലും വർക്ക് ഉണ്ടാവും എന്നങ്ങ് അസ്യൂം ചെയ്യണം. അങ്ങനെ ഒരു സാധനമില്ല. ഇനി നമ്മൾ അടുത്തത് വരുമ്പോൾ കെൽവിൻ പ്ലാങ്ക് സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് ഒക്കെ വരുമ്പോൾ അതിലും കുറെ അസംഷൻസ് വെച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഇത് പഠിക്കുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടില്ല. കാർനോട്ട് സൈക്കിൾ നമുക്ക് പറ്റുമോ? ഇല്ല. കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 100% എഫിഷ്യൻസി ഉള്ള ഒരു സാധനങ്ങളും ഇല്ല. അപ്പോ നമ്മളൊരു ഹീറ്റ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു ഹീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ്ലി അത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ലോ ഇസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഓൺലി ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഒരു എഞ്ചിൻ ഒരിക്കലും ഒരു ഇൻപുട്ട് കൊടുക്കാതെ നമുക്ക് വർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, നമുക്ക് എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അതിലുള്ള എനർജി വേറൊരു എനർജി ആയിട്ട് എഞ്ചിനിലേക്ക് ചെല്ലുന്നത്. എന്നിട്ടാണ് അവിടെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ക്യാൻ ബി നോ മെഷീൻ വിച്ച് വുഡ് കണ്ടിന്യൂസ്ലി സപ്ലൈ മെക്കാനിക്കൽ വർക്ക് വിത്തൗട്ട്, അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്, വിത്തൗട്ട് സം അതർ ഫോം ഓഫ് എനർജി ഡിസപ്പിയറിങ് സൈമൾട്ടേനിയസ്ലി. അതായത് ഒരു മെഷീനും അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതില്ല. നമ്മളൊരു മെക്കാനിക്കൽ വർക്ക് കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എനർജി ഡിസപ്പിയറൻസ് വേറെ എന്തെങ്കിലും ഫോമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സച്ച് എ ഫിക്റ്റീഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള അങ്ങനെ ഒരു മെഷീനെയാണ് സച്ച് എ ഫിക്റ്റീഷ്യസ് മെഷീൻ ഈസ് കോൾഡ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് PMM1. PMM1 ഈസ് ദസ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇതൊരു സാങ്കല്പികമായിട്ടുള്ളതാണ്. സച്ച് എ ഫിക്റ്റീഷ്യസ് മെഷീൻ ഈസ് കോൾഡ് പെർപെച്വൽ മോഷൻ മെഷീൻ. ഓക്കെ, ഇതെന്താണ്? ഫസ്റ്റ് ലോയുടെ വയലേഷൻ ആയിട്ടുള്ളൊരു മെഷീനാണ്. ഒരിക്കലും നമുക്ക് എനർജിയെ പ്രൊവൈഡ് ചെയ്യാതെ നമുക്ക് എനർജി കണ്ടിന്യൂസ്ലി ഒരു മെക്കാനിക്കൽ വർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഫോം ഓഫ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അത് കൺവേർട്ട് ചെയ്ത് വർക്കാതെ മാത്രം ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് പെർപെച്വൽ മോഷൻ മെഷീൻ. അപ്പൊ നമ്മൾ നോക്കിയത് ജൂൾസ് എക്സ്പെരിമെന്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഹീറ്റിനെ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം, വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ ഇന്റഗ്രൽ സൈക്ലിക് ഇന്റഗ്രൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ DQ എന്ന് എഴുതാം. ദെൻ ജൂൾസ് എക്സ്പെരിമെന്റിൽ കൂടെ നമ്മൾ ആ പറഞ്ഞ ഫസ്റ്റ് ലോ ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനാണ് ജൂൾസ് എക്സ്പെരിമെന്റ് യൂസ് ചെയ്തത്. ദെൻ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓർ പ്രോസസ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ലോ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഒരു പ്രോസസ്സിലാണ്, ഒരു സൈക്കിളിലാണ് ഈ പറഞ്ഞ Q-W എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം Q-W ഈക്വൽ ടു ഡെൽറ്റ U ഇന്റേണൽ എനർജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ദെൻ എന്താണ് പഠിച്ചത്? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പഠിച്ചു. അതായത് ഹീറ്റ് വെളിയിലേക്ക് പോകുന്നില്ല, വർക്ക് വെളിയിലേക്ക് പോകുന്നില്ല, അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല, അതും കൺസെപ്റ്റ് ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം ഇല്ല. ദെൻ പെർപെച്വൽ മോഷൻ മെഷീൻ എന്താണെന്ന് പഠിച്ചു. പെർപെച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോയുടെ വയലേഷൻ ആണ്. നമ്മൾ ഒരു കണ്ടിന്യൂസ് വർക്ക് കൊടുക്കാതെ, ഒരു കണ്ടിന്യൂസ് എനർജി, ഒരു ഫോം ഓഫ് എനർജി കൊടുക്കാതെ അത് ഒരിക്കലും മെക്കാനിക്കൽ വർക്കോ അല്ലെങ്കിൽ വേറൊരു വർക്കായിട്ട് ഒരിക്കലും അത് കൺവേർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു എഞ്ചിൻ ഇല്ല. ഇതൊരു ഫിക്റ്റീഷ്യസ് മെഷീൻ ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ PMM1. ഇനി PMM1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ അത് പറയണം. പെർപെച്വൽ മോഷൻ ഓഫ് മെഷീൻ കൈൻഡ് 1 ആണ്, ഫസ്റ്റ് കൈൻഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു മെഷീൻ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾക്ക് എക്സാം ആണല്ലോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടോ ഇതിൽ എന്തെങ്കിലും? ഹലോ, ആരും ഇല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഒരു മെക്കാനിക്കൽ ക്ലാസ് അല്ലേ അജയ്? നോട്ട് എഴുതുമ്പോ സംശയം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു തരാം. ആ വീഡിയോ നോക്കി നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി.
ഈ നോട്ട് പക്ഷെ എല്ലാം കൂടെ എഴുതണ്ട, നിങ്ങൾ എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ വീഡിയോ കണ്ട് എഴുതുക. ഞാൻ നോട്ട് തരാം അതിനകത്ത് എന്താ എഴുതേണ്ടതെന്നുള്ളത്. കാരണം എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടി ഞാൻ നോട്ട് തരാം. സാർ നോട്ട് ഒത്തിരി ഉണ്ടെങ്കിൽ നാളത്തേക്കായാലും വെച്ചാൽ പോരെ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത് ഒത്തിരിയാണ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്നെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുക. ഇതിപ്പം പറയത്തുമില്ല എഴുതത്തുമില്ല, ഇപ്പൊ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ എനിക്കിപ്പോ നിങ്ങൾ ഇന്ന് തന്നെ വെക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റിയില്ല എങ്കിൽ അത് കൃത്യമായിട്ട് പറയുക, കൺവേ ചെയ്യുക നിങ്ങൾ എപ്പോഴത്തേക്ക് വെക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് എഴുതി അടുത്ത ആഴ്ച അല്ല വെക്കേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾ പഠിച്ച് ഇന്ന് തന്നെ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, പറ്റിയില്ല കൂടുതലാണെങ്കിൽ അതെന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വെച്ചാൽ മതി, എപ്പോഴാ വെക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ ആൽവിനെ പോലൊക്കെ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് ഇന്നലെ ഈ ആഴ്ച കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്ന? ആൽഫിനെ കേൾക്കുന്നുണ്ടോ പറയാം? ഓക്കെ, അപ്പോ ഇന്നത്തെ ഇല്ലാത്ത ആരാണ്? അറ്റൻഡൻസ് ആയിട്ട് എടുക്കുന്നത് ആരാ ഇല്ലാത്ത? നിങ്ങൾ തന്നെ പറ നോക്കിയിട്ട്. ബേസിൽ റോഷൻ, പിന്നെ ഗൗതം, 3 പേരുള്ള അല്ല, അതിന് ഒരാളും ഉണ്ടല്ലോ അല്ല? ആരാ? അമൽ കെ. പിന്നെ ഒരാളൂടെ ഉണ്ട്. അഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ.